ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗീതൂസ് കിച്ചൻ. ഞാനിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് എല്ലാവർക്കും സുപരിചിതമായൊരു റെസിപ്പിയുമായിട്ടാണ്, കടല ഉലർത്തിയത്. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു 3 കപ്പ് കടല 8 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണത്. താളിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു വലിയ സവാള, 3-4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി കുത്തിച്ചതച്ചത്, കറിവേപ്പില എന്നിവയൊക്കെയാണ്. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ ചതച്ച മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരല്പം ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി. കുരുമുളക് പൊടി കുറച്ചധികം വേണം. എണ്ണ ചൂടാക്കാൻ വയ്ക്കുക. അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം സവാള, പച്ചമുളക്, കറിവേപ്പില എന്നിവ ഇതിലേക്കിടാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായി മൂപ്പിക്കുക. വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. മസാല മൂത്ത മണം വന്നു കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല അതിലേക്ക് ചേർക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഡ്രൈ ആവണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് മൂടി വെച്ച് ചെറുതീയിൽ വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കടല ഉലർത്തിയത് റെഡിയായി കഴിഞ്ഞു. ഇത് പുട്ടിൻ്റെ കൂടിയൊക്കെ കഴിക്കാവുന്ന നല്ലൊരു വിഭവമാണ്. പുട്ടും കടലയെന്നൊക്കെ പറഞ്ഞാൽ മലയാളികളുടെ ഒരു ഫേവറേറ്റ് ഡിഷാണ്. ചോറിൻ്റെ കൂടിയാണെങ്കിൽ പച്ചമോരും ഇച്ചിരി ചമ്മന്തി ഉണ്ടെങ്കിൽ വയറ് നിറയെ ചോറ് തിന്നാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ബൈ ബൈ.